ഹായ് ഓൾ, നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർപിക്സ് മെത്തേഡാണ്. ചാർപിക്സ് മെത്തേഡ് ഓഫ് പി ഡി സോൾവ് ചെയ്യുന്ന ചാർപിക്സ് മെത്തേഡ്. അതിൽ രണ്ട് ടൈപ്പ് ചാർപിക്സ് മെത്തേഡിന്റെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഒരു വലിയ ഇക്വേഷൻ. അതിന് ഡിഫറെന്റ് ടൈപ്സ് ആണ് ചാർപിക്സ് മെത്തേഡിലുള്ളത്. അതിൽ രണ്ട് ടൈപ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൽ രണ്ടാമത്തെ ടൈപ്പ് ഞാൻ ഒന്നുകൂടെ പറയാണ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ചാർപിക്സ് മെത്തേഡ് ഫസ്റ്റ് ടൈപ്പ്. ചാർപിക്സ് മെത്തേഡ് ടൈപ്പ് 1. എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0. എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0 വരും. അപ്പൊ നമ്മൾ പിക്ക് എ എന്നും ക്യൂന് ബി, അതല്ലെങ്കിൽ പിക്ക് C1 എന്നും ക്യൂന് C2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഒരു കോൺസ്റ്റന്റ്, ക്യൂ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ഡി സെറ്റ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. pdx plus qdy. ഓക്കെ, അപ്പോൾ q എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് പി ആവും. q എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് പി ആവും. അപ്പോൾ d z is equal to ഇന്റഗ്രൽ c1 x അല്ലേ, ഇന്റഗ്രൽ അപ്പോൾ pdx എന്നുള്ളത് c1 x പ്ലസ് ഇന്റഗ്രൽ ഫൈ ഓഫ് c1 y dy. അപ്പോൾ നമ്മൾ മെത്തേഡ് എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, പിക്ക് C1 കൊടുക്കുക, എന്നിട്ട് ക്യൂനെ ഇൻ ടേംസ് ഓഫ് C1ലേക്ക് കൺവേർട്ട് ചെയ്യുക, ഫൈ ഓഫ് പി അല്ലെങ്കിൽ ഫൈ ഓഫ് C1 എന്നുള്ള മെത്തേഡിലേക്ക് കൺവേർട്ട്. ഇതാണ് ടൈപ്പ് 1. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഒന്നുകൂടെ നോക്കുക. നെക്സ്റ്റ് ചാർപിക്സ് മെത്തേഡ് ടൈപ്പ് 2. ചാർപിക്സ് മെത്തേഡ് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറയുന്നത് എഫ് ഓഫ് പി ക്യൂ ഇസെഡ് ഈക്വൽ ടു 0. എഫ് ഓഫ് പി ക്യൂ ഇസെഡ് ഈക്വൽ ടു 0. അതായത് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യും, ടൈപ്പ് 1 മെത്തേഡ് അപ്ലൈ ചെയ്യും. പിയും ക്യൂവും ഇസെഡും ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് 2 മെത്തേഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, ടൈപ്പ് 2 മെത്തേഡ് അപ്ലൈ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഒരെണ്ണം നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഇത് വേറെ ഒരെണ്ണമാണ്. ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ. ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ. ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ PDE. പി സ്ക്വയർ യു സ്ക്വയർ, യുന് പകരം ഇസെഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പി സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. പി സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് പി ക്യൂ ഇസെഡ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 1. എഫ് ഓഫ് പി ക്യൂ ഇസെഡ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ക്യൂ സ്ക്വയർ പി സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 1. ഇവിടെ പിയും ക്യൂവും ഇസെഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഈ മെത്തേഡാണ്, ടൈപ്പ് 2 മെത്തേഡാണ്. ടൈപ്പ് 2 മെത്തേഡ് എങ്ങനെ സോൾവ് ചെയ്യുക? ടൈപ്പ് 2 മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്, പിനെ നമുക്ക് എന്ത് കൊടുക്കണം? ടൈപ്പ് 2 മെത്തേഡിൽ പിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? പി ഈക്വൽ ടു ഓക്കെ, പി ഈക്വൽ ടു എ ക്യൂ. പി ഈക്വൽ ടു എ ക്യൂ എന്ന് കൊടുക്കുക. പി ഈക്വൽ ടു എ ക്യൂ അല്ലെങ്കിൽ C1 ക്യൂ എന്ന് പറഞ്ഞാലും തെറ്റില്ല. പി ഈക്വൽ ടു C1 ക്യൂ എന്ന് കൊടുത്താലും തെറ്റില്ല. ഓക്കെ, നമ്മൾ C1 എന്നാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ C1 കൊടുക്കുക, എ ആണെങ്കിൽ എ, അത്രേ ഉള്ളൂ. പി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ക്യൂ എന്ന് കൊടുക്കാം. സം കോൺസ്റ്റന്റ് ഇൻറ്റു ക്യൂ, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ C1 സ്ക്വയർ ക്യൂ സ്ക്വയർ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം?
C1 Q square C1 square Q square Z square plus Q square equal to 1. ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് equal to 1 ആവും. Equal to 1. So that implies Q square into C1 square Z square plus 1 equal to 1. Q square രണ്ടിൽ കോമൺ ആണ്, അതുകൊണ്ട് നമ്മൾ Q square പുറത്തേക്ക് ഇട്ടു. Q square കോമൺ ആയതുകൊണ്ട് Q square എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ഓക്കെ, so that implies C1 Z square plus 1 equal to okay, Q square equal to implies Q square equal to 1 by C1 square Z square plus 1. 1 by C1 square Z square plus 1. Okay, so Q equal to Q equal to 1 by root of C1 square Z square plus 1. That's Q. 1 by C1 square Z square plus 1. 1 by root of C1 square Z square plus 1. Okay. That's Q. So what is P? P equal to C1 into 1 by root of C1 square Z square plus 1. So P square equal to C1 square by C1 square Z square plus 1. അതായത് ഇവിടെ P1 equal to C1 Q എന്നാണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root of C1 square Z square plus 1 ആണ്. അപ്പൊ നമ്മൾ Qന് സ്ഥാനത്ത് എന്ത് കൊടുത്തു, 1 by root of C1 square Z square plus 1 കൊടുത്തു. എന്നിട്ട് രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്തു. അപ്പൊ P square എന്നുള്ളത് എന്തായി, C1 square by C1 square Z square plus 1 എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, അടുത്തത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. P എന്ന് പറഞ്ഞ എന്തായി മാറും, P എന്ന് പറയുന്നത് അപ്പോ P എന്ന് പറഞ്ഞ P equal to C1 by root of C1 square Z square plus 1. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, C1 into C1 square Z square plus 1 whole raised to minus 1 by 2. Whole raised to minus 1 by 2. ഈ 1 by rootനെ നമുക്ക് വേണമെങ്കിൽ whole raised to minus 1 by 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ P കിട്ടി. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ, general solution equal to dz is equal to P dx plus Q dy ആണ്. P dx plus Q dy. P എന്താ, P എന്ന് പറയുന്നത് C1 into C1 Z square plus 1 whole raised to minus 1 by 2 dx plus Q എന്താ, Q എന്ന് പറയുന്നത് 1 plus C1 square Z square plus 1 whole raised to minus 1 by 2 dy. ഓക്കെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ Z is equal to integral C1 into C1 Z square plus 1 whole raised to minus 1 by 2 dx plus 1 plus C1 square Z square. ഇവിടെ 1 plus ആവശ്യമില്ല, ഇവിടെ 1 plus ആവശ്യമില്ല. ഓക്കെ, ഇത്ര ആവശ്യം. C1 square Z square plus 1 whole raised to minus 1 by 2. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടണ ആൻസർ 1 by 2 C1 C1 Z into 1 plus C1 square Z square all raised to minus 1 by 2 minus log C1 into Z plus 1
plus c1 square z square all raised to 1/2 ഇതെന്ന് പറഞ്ഞാൽ c1x plus y plus b. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ ഉദ്ദേശിച്ചത് ഇത് തന്നെ കിട്ടും എന്ന് നമ്മൾ കാണിച്ചാണ്. ഓക്കെ, ഏത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഏത് തന്നാലും നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ ഈസ് അത് ഇത്രയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മളിത് ഇങ്ങനെ ആയിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ജനറൽ സൊല്യൂഷൻ ഈസ് c1x plus y plus c2 ആയിരിക്കും. c1x plus y plus c2. ഏത് ചോദ്യം വന്നാലും ഇങ്ങനെയായിരിക്കും, c1x plus y plus c2. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ചാർപിക്സ് മെത്തേഡ് ടൈപ്പ് 3. ചാർപിക്സ് മെത്തേഡ് ടൈപ്പ് 3. ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ PDE of the form f of x comma p equal to g of y comma q. f of x comma p equal to g of y comma q. f of അതായത് എക്സിന്റെയും പിയുടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക, വൈയുടെയും ക്യൂടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ സെപ്പറബിൾ ഇക്വേഷൻ എന്നും പറയാം. സെപ്പറബിൾ ഇക്വേഷൻ, ചാർപിക്സ് മെത്തേഡ് സെപ്പറബിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും പിയുടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക, വൈയുടെയും ക്യൂടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക. ഇതിന്റെ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ ഈസ് f of x comma p equal to g of y comma q equal to some c1. Okay, equal to c1. അതിൽ നിന്ന് and dz is equal to p dx plus q dy. Okay, അപ്പോൾ p in terms of x ആവും, q in terms of y ആവും, എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യേണ്ട റിലേഷൻ f of x comma p equal to g of y comma q equal to c1 എന്നുള്ള റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറബിൾ ഫോം ആണ്. അതായത് എക്സിന്റെയും പിയുടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക, വൈയുടെയും ക്യൂടെയും ടേം സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ find a general solution of p square y into 1 plus x square equal to qx square. p square y into 1 plus x square equal to qx square. So f of xp എന്ന് പറഞ്ഞാൽ f of xp equal to g of yq ഫോമിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? p square into 1 plus x square equal to plus x square by x square equal to q by y. അതായത് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അതിനെ താഴേക്ക് കൊണ്ടുവന്നു, ഈ വൈനെ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നു. അപ്പോൾ പി സ്ക്വയർ 1 plus x square by x square equal to q by y. അപ്പോൾ f of xp എന്താ? f of xp equal to p square into 1 plus x square by x square. Okay, g of yq equal to q by y. ഇത് രണ്ടിനും കോൺസ്റ്റന്റ് കൊടുക്കുക. അപ്പോൾ p square into 1 plus x square by x square equal to q by y equal to c1. Okay, അപ്പോൾ p square equal to c1 x square by 1 plus x square.
അപ്പോൾ പി ഈക്വൽ ടു റൂട്ട് ഓക്കെ C1 എന്നുള്ളത് ഞാൻ റൂട്ട് എടുക്കുന്നില്ല. അപ്പോൾ C1 x/റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, കാരണം റൂട്ട് C1 എന്ന് പറഞ്ഞാൽ അത് അഗെയിൻ ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ C1 x/റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, Q എന്താ വരിക? Q ഈക്വൽ ടു C1y. Q ഈക്വൽ ടു C1y. നമ്മുടെ ജനറൽ സൊല്യൂഷൻ dz is equal to p dx plus q dy. p dx plus q dy. Okay. Integral dz is equal to integral p dx plus q dy. Okay. Dz is equal to integral c1 x by root of 1 plus x square dx plus integral c1 y dy. Okay. So ഇതിനെ നമ്മൾ substitution method യൂസ് ചെയ്യാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ substitution method യൂസ് ചെയ്യാം. അപ്പോൾ some t equal to u equal to 1 plus x square കൊടുക്കുക. അപ്പോൾ du by dx is equal to 2x അല്ലേ? അപ്പോൾ du equal to du by 2 equal to x dx. അപ്പോൾ എന്ത് വരും? z is equal to c1 by 2 into integral du by root u plus c1 y square by 2 plus c2. Okay, so c1 by 2 into u raised to minus 1 by 2 plus 1. So u raised to 1 by 2. U raised to 1 by 2 by 1 by 2 plus c1 y square by 2 plus c2. v2 ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ c1 യുവിന് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1 പ്ലസ് എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ c1 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1 by 2 പ്ലസ് c1 y square by 2 plus c2. That is it. Okay, so that is the general solution. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇപ്പോൾ 3 മെത്തേഡിലും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ എഫ് ഓഫ് പി ക്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് പിക്ക് കോൺസ്റ്റന്റ് കൊടുക്കുക, ക്യൂവിനും കോൺസ്റ്റന്റ് കൊടുക്കുക, എന്നിട്ട് ക്യൂവിനെ ഇൻ ടേംസ് ഓഫ് പി കൺവേർട്ട് ചെയ്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. പിയും ക്യൂവും കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ എയിം. അപ്പോൾ 3 കേസിലും പിയും ക്യൂവും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് പി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ക്യൂവും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എ ഡി എക്സ് പ്ലസ് ബി ഡി വൈ പ്ലസ് അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സം സി എന്ന് വരും, അല്ലെങ്കിൽ c1 x പ്ലസ് c1 y പ്ലസ് c2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ജനറലി പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞ അത് അങ്ങനെ ഫോളോ ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഷാർപിറ്റ്സിന്റെ 3 മെത്തേഡ്സ്. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, ഒറ്റ മെത്തേഡും കൂടെ ഉണ്ട്, ഷാർപിറ്റ്സ് മെത്തേഡ് ടൈപ്പ് 4. ഷാർപിറ്റ്സ് മെത്തേഡ് ടൈപ്പ് 4. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കുറച്ച് ചെയ്യണം, അത് നെക്സ്റ്റ് ലെക്ചറിൽ ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് ടൈപ്പ് 4ഉം കൂടെ ജസ്റ്റ് പറയാം. ടൈപ്പ് 4 എന്ന് പറയുന്നത് z is equal to px plus qy plus f of p. ഓക്കെ, ഈ ഫോമിൽ തരും z is equal to px plus qy plus f of pq. അതായത് എക്സാമ്പിൾ z equal to px plus qy plus pq എന്നോ, അല്ലെങ്കിൽ z is equal to px plus qy plus p square q square എന്നോ, അല്ലെങ്കിൽ pq plus 1 എന്നോ, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഈ മെത്തേഡാണ്, ഈ ഫോമാണ്. ഓക്കെ, ഈ ഫോമിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് z is equal to ax plus by plus f of ab. ഓക്കെ,
കെക്ക് സ്ഥാനത്ത് വേണമെങ്കിൽ C1 എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബിക്ക് സ്ഥാനത്ത് C2 കൊടുക്കുക. അപ്പൊ C1 C2 എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. കോൺസ്റ്റൻസ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. എ ബിക്ക് പകരം C1 C2 എന്നോ അല്ലെങ്കിൽ XY കൊടുക്കാൻ പറ്റും. XY ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തു. സം LK എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നോ ഇഷ്യൂ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരിക? ഇതിന്റെ സൊല്യൂഷൻ Z ഈക്വൽ ടു C1X പ്ലസ് C2Y പ്ലസ് C1 C2. ഇതിന്റെ ആൻസറോ C1X പ്ലസ് C2Y പ്ലസ് C1 സ്ക്വയർ C2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ക്വസ്റ്റൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജനറൽ സൊല്യൂഷൻ എഴുതാം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് പിക്ക് സ്ഥാനത്ത് A കൊടുക്കുക, ക്യൂവിന് സ്ഥാനത്ത് B കൊടുക്കുക. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് AX പ്ലസ് BY പ്ലസ് FOAB. AX പ്ലസ് BY പ്ലസ് FOAB. ഇതാണ് ടൈപ്പ് 4. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഷാർപ്പിക്സ് മെത്തേഡ്. ഇതിൽ നമുക്ക് തരുന്ന പ്രോബ്ലം എപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും. ഈ 4 ടൈപ്പും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. അപ്പൊ ഈ 4 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉള്ള പ്രോബ്ലംസും അതിന്റെ ജനറൽ സൊല്യൂഷനും പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.